ഹായ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതല്ല. ചുമ്മാ ഓപ്പണിങ്ങിന് വേണ്ടി പറയുന്നതല്ല. ഇത് ഞാൻ ലിറ്ററലി പറയുന്നതാണ്. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ജെനറ്റിക്സ്, നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ മൂഡ്, ഇതെല്ലാം കൂടി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഔട്ട്പുട്ടാണ് ഈ പ്ലേ ബട്ടൺ നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. യു ആർ ഓൾവേസ് ഗോയിങ് ടു ഡു ദിസ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ പ്രപഞ്ചം ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. ഇതൊരു വെറും തോട്ട് എക്സ്പെരിമെൻ്റ് അല്ല, ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിറ്റർമിനിസം എന്ന ലോകവീക്ഷണം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് അത് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് പിന്നീട് തോന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് വെതർ സിസ്റ്റം പോലെയാണ്. ഒരു സുനാമി ഒരിക്കലും ഒരു തീരത്തെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല തീരത്തേക്ക് അടിക്കുന്നത്. അത് മൂവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പ്രഷർ കൂടുന്നു, വാട്ടർ ഫിസിക്സിനെ ഫോളോ ചെയ്യുന്നു, അപ്പോൾ തീരം തകരുന്നു. അതൊരു ഔട്ട്പുട്ടായിട്ട് സംഭവിക്കുകയാണ്. നമ്മൾ വെറും ഒരു സുനാമിയാണ്. പക്ഷെ നമ്മൾ സ്വയം വിചാരിക്കുന്നത് നമ്മൾ ഒരു സർഫറാണെന്നാണ്. ഫ്രീ വില്ലിൽ വിശ്വാസമുള്ളവർ പറയുമായിരിക്കും, പക്ഷേ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതെ, ആ ഫീലിംഗ് ഉണ്ട്. പക്ഷേ ആ ഫീലിംഗ് എന്നുള്ളത് ആ തീരുമാനം എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്നത്. ന്യൂറോ സയൻസ് വർഷങ്ങളായി ഇത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറും മെക്കാനിസങ്ങളാണ്, കോസ് ആൻഡ് എഫക്റ്റ്. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വലിയ സ്കെയിലിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു കൺസെപ്റ്റ് സംസാരിക്കാൻ നമുക്ക് പറ്റും. അതായത് എറ്റേണൽ റെക്കറൻസ് എന്ന് പറയുന്നൊരു ആശയമുണ്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചം ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? ഇതൊരു കാഷ്വൽ ചോദ്യമല്ല. ഇതിൻ്റെ ഉത്തരത്തിന് വലിയ കോൺസിക്വൻസസ് ഉണ്ട്. പ്രപഞ്ചം ഇൻഫിനിറ്റ് ആണെങ്കിൽ, അതായത് ഇൻഫിനിറ്റ് സ്പേസ്, ഇൻഫിനിറ്റ് മാറ്റർ, അങ്ങനെ ഇൻഫിനിറ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രം സംഭവിക്കുന്നു, പിന്നീട് അത് എന്നേക്കുമായി ഇല്ലാതാകുന്നു. അതായത് ഒരു അലമാരി ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് അൺലിമിറ്റഡ് വസ്ത്രങ്ങളുണ്ട്. അൺലിമിറ്റഡ് വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഓരോ ദിവസവും ഓരോ വസ്ത്രം ധരിച്ചുകൊണ്ടേ ഇരിക്കുക. അൺലിമിറ്റഡ് വസ്ത്രമുള്ളതുകൊണ്ട് ഒരിക്കലും അത് റിപ്പീറ്റ് ആവില്ല. എന്നാൽ പ്രപഞ്ചം ഫൈനൈറ്റ് ആണെങ്കിലോ, മാറ്ററും എനർജിയും ലിമിറ്റഡ് ആണെങ്കിൽ, സമയം മാത്രം ഇൻഫിനിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, അതായത് നമ്മുടെ അലമാരിയിൽ 2 പാൻറ്റും 2 ഷർട്ടും മാത്രമേ ഉള്ളെങ്കിലോ, കൂടിപ്പോയാൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? 4. 2 പാൻറ്റും 2 ഷർട്ടും ഉണ്ടെങ്കിൽ 4 കോമ്പിനേഷൻ ഉണ്ടാക്കാം. 5ാമത്തെ ദിവസം ആ പഴയ 4ൽ 1 തന്നെ എടുക്കേണ്ടി വരും. 2 പാൻറ്റും 2 ഷർട്ടുകൾ ഉള്ളെങ്കിൽ 4 ദിവസം മാത്രമേ നമുക്ക് വ്യത്യസ്ത കോമ്പിനേഷൻ ഇടാൻ പറ്റൂ. 5ാമത്തെ ദിവസം മുമ്പത്തെ ഏതെങ്കിലും ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്ന് സ്കെയിൽ അപ്പ് ചെയ്ത് നോക്കൂ. വസ്ത്രങ്ങൾക്ക് പകരം പ്രപഞ്ചത്തിലെ പാർട്ടിക്കിൾസ് ആണെന്ന് സങ്കല്പിക്കുക. കോമ്പിനേഷൻസ് ഒരുപക്ഷെ കോടിക്കണക്കിനുണ്ടായിരിക്കാം, പക്ഷേ അതൊരു നമ്പറാണ്, ഫൈനൈറ്റ് ആണ്. സമയം ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ കോമ്പിനേഷൻ എല്ലാം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? എല്ലാം വീണ്ടും തുടങ്ങും. ഫൈനൈറ്റ് പീസസ്, ഇൻഫിനിറ്റ് ഷഫിൾസ്. ആ കോമ്പിനേഷൻ എല്ലാം വീണ്ടും വരും. ഇത് മിസ്റ്റിസിസം ഒന്നുമല്ല, ശരിക്കും മാത്സ് ആണ്. നിങ്ങളൊരു പാക്ക് കാർഡ് എടുത്തിട്ട് ഇൻഫിനിറ്റ് തവണ ഷഫിൾ ചെയ്തതെന്ന് വിചാരിക്കുക. ഒരേ സീക്വൻസ് തന്നെ വീണ്ടും വരും, അഗെയിൻ ആൻഡ് അഗെയിൻ. പ്രപഞ്ചത്തിൽ ഇത് അപ്ലൈ ചെയ്താൽ ഓരോ പാർട്ടിക്കിളും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാകും. എവരി കോൺഫിഗറേഷൻ റീഒക്കേഴ്സ്. നിങ്ങൾ വീണ്ടും, ഈ നിമിഷം വീണ്ടും, നിങ്ങളുടെ ഓരോ നഷ്ടവും നാണക്കേടും, ഓരോ വിഷമങ്ങളും, ഓരോ സന്തോഷവും, ഓരോ സങ്കടങ്ങളും എല്ലാം എക്സാക്ട്ലി ഇതുപോലെ തന്നെ ആവർത്തിക്കും. ഫെഡറിക് നീച്ചെ ഇതിനെ എറ്റേണൽ റെക്കറൻസ് എന്നാണ് വിളിച്ചത്. അതൊരു ടെസ്റ്റ് പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ ജീവിതം ഇതേപടി എന്നേക്കുമായി ആവർത്തിക്കുമെന്ന് മനസ്സിലായാൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതം ജീവിക്കുമോ എന്നാണ് പുള്ളി ചോദിച്ചത്. മിക്കവരും അതേ എന്ന് ഉത്തരം പറയും, പക്ഷെ അവർ കാര്യം മനസ്സിലാക്കാതെയാണ് മറുപടി പറയുന്നത്. കാരണം ഈ ആവർത്തനം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു മെമ്മറിയും അടുത്ത റണ്ണിലോട്ട് ക്യാരി ചെയ്യത്തില്ല. കഴിഞ്ഞ തവണ തെറ്റിച്ചു, ഇത്തവണ ശരിയാക്കാം എന്ന് നമുക്ക് തോന്നില്ല.
നിങ്ങൾ പഴയതുപോലെ തന്നെ തുടങ്ങും. അതേ കാരണങ്ങൾ, പഴയ അതേ തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. ആ സുനാമി പഴയ തീരത്ത് അടിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും നീച്ചെ പറഞ്ഞത് ഒരു ഫിലോസോഫിക്കൽ ചലഞ്ചിനപ്പുറം അത് രക്ഷപ്പെടാൻ വഴിയില്ലാത്തൊരുമാതിരി ഹൊറർ പടം പോലെയാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ തന്നെ ആ ആവർത്തനത്തിലായിരിക്കാം, നമുക്കത് അറിയില്ലെന്ന് മാത്രം. അപ്പോൾ ചിലർക്ക് പറയാം നമുക്ക് ഒന്നും ഓർമ്മയില്ലല്ലോ, അതൊരു നല്ല കാര്യമല്ലേ. അതെ, ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓർമ്മയില്ലാത്തത് നല്ലതാണ്. കഴിഞ്ഞ ജന്മത്തിലോ കഴിഞ്ഞ ലൂപ്പിലെ എല്ലാ സങ്കടങ്ങളും ഓർമ്മയുണ്ടെങ്കിൽ ഓരോ സന്തോഷത്തിലും അതിൻ്റെ അന്ത്യം നമ്മൾ കണ്ടു തുടങ്ങും. അത് സത്യത്തിൽ വലിയ നരകമായിരിക്കും. സോ ഫോർഗെറ്റിംഗ് ഈസ് ജെന്യുവൻലി ബെറ്റർ. പക്ഷേ ഈ മറവിയിൽ ആശ്വാസം കണ്ടെത്തുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ഇറ്റ് ഡസൻറ്റ് ആക്ച്വലി സ്പെയർ യു എനിത്തിങ്. നിങ്ങൾ ഇതെല്ലാം വീണ്ടും അനുഭവിക്കുന്നുണ്ട്. ഓരോ ബുദ്ധിമുട്ടേറിയ നിമിഷവും അവിടെ തന്നെയുണ്ട്. മറവി ഉണ്ട് എന്ന് കരുതി, കഴിഞ്ഞ ജന്മം നമ്മൾ ഓർക്കുന്നില്ല എന്ന് കരുതി നമ്മുടെ വേദനയോ ദുഃഖമോ ഒന്നും കുറയുന്നില്ല. പകരം വേദന പുതിയതായി അനുഭവിക്കാൻ നമ്മൾ വീണ്ടും റെഡിയാവും. നിങ്ങൾ ഒരാൾ അടിക്കുന്നെന്ന് വിചാരിക്കുക, നിങ്ങളത് മറക്കുന്നു. പക്ഷെ അയാൾ വീണ്ടും അടിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ രണ്ടാമത്തെ അടിയും നിങ്ങൾക്ക് ആദ്യത്തെ അടി പോലെ തന്നെ ഫീൽ ചെയ്യും. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് വിചിത്രമായിട്ട് തോന്നാം, പഴയ ജന്മം പുതിയ ജന്മം അങ്ങനെയൊന്നുമല്ല. പ്രപഞ്ചം ഫൈനൈറ്റ് ആണെങ്കിൽ പാറ്റേണുകളെല്ലാം റിപ്പീറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ജീവിതമെല്ലാം നമ്മൾ ഇപ്പോഴെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ മരിക്കും, പിന്നീടൊരു സമയത്ത് പിന്നെയും നമ്മൾ ജനിക്കും, ജീവിതത്തിലൂടെ കടന്നു പോകും, മരിക്കും. ഇതിനെയാണ് ഞാൻ ജീവിതം വീണ്ടും ലൂപ്പ് ജനനം എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ മതത്തിലും പല വിശ്വാസങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരു ജന്മമുണ്ട്, അതിനുശേഷം വേറൊരു ജീവിയായി ജനിക്കുന്നു, വേറൊരു ജീവിയായി മരിക്കുന്നു, തൻ്റെ കർമ്മഫലം വേറെ ഇതിലോട്ട് കൊണ്ടുപോകുന്നു. അതിനെക്കുറിച്ചല്ല ഞാൻ പറയും, അത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നീച്ചയുടെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇച്ചിരി കൂടെ വേറൊരു നിഗമനത്തിൽ, ഇച്ചിരി കൂടെ ഹോപ്പ്ഫുൾ ആയിട്ടൊരു നിഗമനത്തിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എൻട്രോപ്പി എപ്പോഴും കൂടുമെന്നാണ്. ഒന്നും മനസ്സിലായി കാണത്തില്ല. അതായത് എനർജി പരക്കും. കോടിക്കണക്കിന് വർഷത്തിന് ശേഷവും ഓരോ നക്ഷത്രവും കെട്ടുപോകും, ഓരോ ബ്ലാക്ക് ഹോളും ഇല്ലാതാവും എന്നൊരു തിയറി ഉണ്ട്. ഹീറ്റ് ഡെത്ത് എന്നാണ് ഈ പറയുന്നത്. അത് കുറച്ചുകൂടെ സിമ്പിളാക്കി പറയാനായിട്ട് ഒരു ചൂടുള്ള ചായ, ഒരു ചൂട് ചായ ഒരു റൂമിൽ കൊണ്ട് വെക്കുന്നതെന്ന് സങ്കല്പിക്കുക. റൂമിൽ കൊണ്ട് വെച്ച് കുറച്ച് സമയത്തിന് ശേഷം ഈ ചായ തണുക്കാൻ തുടങ്ങും ഗ്രാജുവലി. അപ്പോൾ റൂമിൻ്റെ ടെമ്പറേച്ചറും ഇച്ചിരി കൂടും. ഈ ചായ തണുക്കുന്നതോടൊപ്പം റൂമിൻ്റെ ടെമ്പറേച്ചർ ഇച്ചിരി അത് പൊടിക്ക് കൂടും. അവസാനം ഈ ചായയും റൂമും ഒരേ ടെമ്പറേച്ചറിലാവും. അതാണ് മാക്സിമം എൻട്രോപ്പി എന്ന് പറയുന്നത്. ഒരു പെർഫെക്റ്റ് യൂണിഫോം, രണ്ടും ഒരേ ടെമ്പറേച്ചറിലെത്തും. പിന്നീട് അവിടെ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കാൻ കഴിയില്ല. ഇതിനാണ് ഹീറ്റ് ഡെത്ത് എന്ന് പറയുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചായ സ്വയം ചൂടാകില്ല. എനർജി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഉപയോഗിക്കാൻ കഴിയുന്ന യൂസബിൾ എനർജി ഇല്ലാതായി. പ്രപഞ്ചവും ഇതേ വഴിയിലാണ്. അതായത് എല്ലാം അവസാനിക്കും, നോ ചേഞ്ചസ് അറ്റ് ഓൾ. ഇത് കേട്ടപ്പോൾ ആദ്യം എനിക്കൊരു റിലീഫാണ് തോന്നിയത്. കാരണം ഈ ഹീറ്റ് ഡെത്തിന് മാത്രമേ നമ്മുടെ മറ്റേ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയൂ. പ്രപഞ്ചം നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഹീറ്റ് ഡെത്ത് ആ മെഷീൻ്റെ ഇന്ധനം എടുത്തു കളയും. ഒരു ലൈഫ്, പിന്നെ സൈലൻസ്, ഒരു ആവർത്തനവും ഇല്ല, റീസെറ്റ് ഇല്ല, കംപ്ലീറ്റ് എംപ്റ്റി, തീർന്നു. ഈ ഒരു ഐഡിയ എനിക്ക് ഭയങ്കര ആശ്വാസം തരാറുണ്ട്. നോൺ എക്സിസ്റ്റൻസ് എത്ര ക്ലീൻ ആശയമാണ്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലൂപ്പ്, നമ്മളെങ്ങാനും ആ ലൂപ്പിലാണെങ്കിലോ എന്ത് ടെറിബിളായിരിക്കും. നമ്മുടെ ജീവിതം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ചോയ്സ് തരുവാണ്, ഒന്നെങ്കിൽ റിയലായ ഒരൊറ്റ അന്ത്യം, അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത അനന്തമായ ജീവിതം. നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? ഞാനാണെങ്കിൽ തീർച്ചയായും റിയൽ അന്ത്യമുള്ള ഒരൊറ്റ ജീവിതം. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ബുദ്ധമതത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കിയത്, ചിലപ്പം കംപ്ലീറ്റ് തെറ്റായിരിക്കും, ബുദ്ധമതത്തിൽ നിർവ്വാണം എന്ന് പറയുന്നത് ഇതിനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മങ്ങളിൽ നിന്നുള്ള മോചനം, അതാണ് നിർവ്വാണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ തെറ്റായിരിക്കും. കാലങ്ങളോളം ബുദ്ധിസ്റ്റുകൾ നേടാൻ ശ്രമിച്ചത് ഹീറ്റ് ഡെത്ത് വഴി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, കുറച്ച് വെയിറ്റ് ചെയ്താൽ മാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഞാൻ നീച്ചയുടെ ചലഞ്ച് ഒന്നുകൂടെ നോക്കാം. അതായത് നിങ്ങളുടെ ജീവിതം ഇതുപോലെ ഇൻഫിനിറ്റ് തവണ ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഞാൻ പറയും വേണ്ട,
എനിക്ക് പ്രപഞ്ചം അവസാനിക്കുന്നതാണ് ഇഷ്ടം. നീച്ചയുടെ കാഴ്ചപ്പാട് അതൊരു തോൽവിയാണ്. എനിക്ക് ജീവിതത്തോടോ വിധിയോടോ അത്ര സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറയുമായിരിക്കും. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. ഈ ലൂപ്പിനോട് നോ പറയുന്നത് ബലഹീനതയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അത് സത്യത്തിൽ ഒരു റിയാലിറ്റിയെ ശരിക്കും നോക്കുന്ന ഒരു രീതിയാണ്. ഓടുന്നൊരു മെഷീൻ ആവാൻ എനിക്ക് താല്പര്യമില്ല. അതിനെ എംബ്രേസ് ചെയ്യുന്നത് ക്യാമു ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എംബ്രേസ് ദ അബ്സേർഡ് എന്ന് പറയും. പക്ഷെ അതിനെ എംബ്രേസ് ചെയ്യുന്നത് വെറും ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രപഞ്ചം അവസാനിക്കുന്നു, നമ്മൾ അവസാനിക്കുന്നു, ക്ലീൻ. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ് ഏറ്റവും നല്ല ഔട്ട്കം. നേരെ മറിച്ച് മറ്റു ഓപ്ഷൻ എൻ്റെ കാഴ്ചപ്പാടിൽ ആ ലൂപ്പാണ് സത്യത്തിൽ ശരിക്കുമുള്ള നരകം. ശരിക്കുള്ള നരകം അതാണ്. തീയോ ശിക്ഷയോ ഒന്നുമല്ല, ഒരേ ജീവിതം. അത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓടിക്കേണ്ടി വരുന്നത്. ഹീറ്റ് ഡെത്ത് എന്ന് പറയുന്ന പ്രതീക്ഷ ആ ഇക്വേഷനെ തകർക്കും. ആദ്യത്തെ വട്ടം ഇവിടെ വരാൻ തീരുമാനിച്ചത് ഞാനല്ല, പക്ഷേ രണ്ടാമത്തെ വട്ടം ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്നറിയുന്നത് സത്യത്തിലൊരു സന്തോഷമാണ്. എന്തൊക്കെയോ റാൻഡമായിട്ട് പറഞ്ഞതാണ്, കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് സത്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വേറെ വല്ലതും പറയാൻ തോന്നുവാണെങ്കിൽ വരാം. ബൈ.